നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തണ പഞ്ചായത്ത് ഓഫീസിൽ കോൺഗ്രസ് മെമ്പർമാരുടെ ഉപരോധ സമരത്തിനിടയിലൂടെ കടന്നുപോയ ഭരണപക്ഷ വനിതാ അംഗത്തെ തള്ളിയിട്ടതായി പരാതി. കർഷകരെ സഹായിക്കുവാൻ ലോകബാങ്ക് നൽകിയ 100 കോടി രൂപ വകമാറ്റി ചിലവഴിച്ചതിൽ പ്രതിഷേധിച്ച് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. അംഗൻവാടി കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു പരിഷ്കരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൌൺസിൽ 16ാം സംസ്ഥാന സമ്മേളനം ജൂൺ 7-8 തീയതികളിൽ നടക്കും. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ പഞ്ചായത്ത് ഓഫീസിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. ഉപരോധ സമരത്തിനിടയിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച ഭരണപക്ഷ വനിതാ അംഗത്തെ തള്ളിയിട്ടതായും പരാതി. കഴിഞ്ഞ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നാണ് കോൺഗ്രസ് മെമ്പർമാർ ഇറങ്ങിപ്പോയത്. ഓഫീസിൽ നിന്നും സ്ഥലം മാറിപ്പോയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പകരം ആളെ നിയമിക്കാത്തത് മൂലം തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണെന്നും ഇതിനാൽ പഞ്ചായത്തിലെ മരാമത്ത് പണികളും വീടുകൾക്ക് നമ്പർ നൽകലും നടക്കാതെ ജനങ്ങൾ വലയുകയാണെന്നും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ മുടങ്ങിയിരിക്കുകയാണെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷ മെമ്പർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് നടത്തിയ പ്രതിഷേധ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഓഫീസ് കവാടം പ്രവർത്തകർ ഉപരോധിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധ സമരത്തിനിടയിലൂടെ കടന്നുപോകുവാൻ ശ്രമിച്ച പഞ്ചായത്ത് ഭരണസമിതി അംഗം ജിനിത സുഭാഷ് നിലത്ത് വീണു. ഇത് കോൺഗ്രസ് മെമ്പർമാർ തള്ളിയിട്ടതാണെന്നും കാണിച്ച് ജിനിത മണ്ണുത്തി പോലീസിൽ പരാതി നൽകി. എന്നാൽ ഇത് തെറ്റാണെന്നും ഉപരോധ സമരത്തിനിടയിലൂടെ കടക്കാൻ ശ്രമിച്ച ജിനിത സ്വയം നിലത്ത് വീഴുകയാണ് ഉണ്ടായതെന്നും വീഴുന്ന സമയം ജിനിതയുടെ കൈവശമുണ്ടായിരുന്ന ചൂടുവെള്ളം തങ്ങളുടെ ദേഹത്ത് തെറിച്ചുവെന്നും ഈ കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും കോൺഗ്രസ് മെമ്പർ മിനി വിനോദിനെ കാലിനെ പരിക്കേറ്റുവെന്നും കോൺഗ്രസ് പ്രവർത്തകരും ആരോപിച്ചു. പരിക്കേറ്റ മിനി വിനോദ് തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ചുവെന്ന് കാണിച്ച് മിനി വിനോദും മണ്ണുത്തി പോലീസിന് ജിനിതയ്ക്കെതിരെ പരാതി നൽകി. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ DCC സെക്രട്ടറി ML ബേബി, ES അനിരുദ്ധൻ, ജിത്ത് ചാക്കോ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി വിനോദ്, TP മാധവൻ, ദീപ അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്ന് പറയുന്നത് അത് നിസ്തൂലമാണ്. ടെക്നിക്കൽ ഉദ്യോഗസ്ഥരുണ്ടെങ്കിലാണ് ഒരു പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പൊതുമരാമത്ത് പ്രവൃത്തികളിൽ ഒക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് അനുവാദം വാങ്ങുന്നതിന് അതിനാവശ്യമായിട്ടുള്ള പരിശോധന നടത്തുന്നത് ടെക്നിക്കൽ ഉദ്യോഗസ്ഥനാണ്. നിർമ്മാണ പ്രവൃത്തി കഴിയുമ്പോൾ നമ്പറിംഗ് നടക്കണമെങ്കിൽ, വീടിന് നമ്പർ ഇട്ട് കിട്ടണമെങ്കിൽ സ്വാഭാവികമായും AE പരിശോധിച്ച് കംപ്ലീഷൻ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ കുറച്ച് കാലമായിട്ട് നടത്തറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് AE ഇല്ല. പല നടപടികൾ AEയുടെ തസ്തിക നികത്തുന്നതിന് വേണ്ടിയുണ്ട്. ഒരു പാനലുണ്ട് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ. അതിൽ നിന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ വിടവ് നികത്താവുന്നതാണ്. സർക്കാരിനെ കൃത്യമായി ഇവിടേക്ക് പോസ്റ്റിംഗ് നടത്തിക്കൊണ്ട് ട്രാൻസ്ഫർ നടത്തിക്കൊണ്ട് ആളെ നിയോഗിക്കാവുന്നതാണ്. ഈ വക നടപടികളൊന്നും ചെയ്യാതെ ഒരു സ്തംഭനാവസ്ഥ നമ്മുടെ പ്രദേശത്തിൻ്റെ വികസന നടപടികളിലും അതുപോലെ തന്നെ മറ്റ് ദൈനംദിന നടപടികളിലും ഉണ്ടാകുന്ന തരത്തിലാണ് പഞ്ചായത്തിൻ്റെ ഭരണ ദൈനംദിനത മുന്നോട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ഈ പ്രദേശത്തു നിന്നുള്ള MLA മന്ത്രി കൂടിയായി ഉള്ളപ്പോൾ സ്വാഭാവികമായും ഒരു ഉദ്യോഗസ്ഥനെ കണ്ടെത്തുക എന്നത്, ടെക്നിക്കൽ ഉദ്യോഗസ്ഥനെ കണ്ടെത്തുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഇതിനൊക്കെ അപ്പുറത്ത് കൃത്യമായും പാനലിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ പോലും നിയമിക്കുന്നതിന് അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് സാധ്യമാകുന്ന സാഹചര്യം കൂടിയുള്ളതാണ്. ആ സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഈ സാഹചര്യങ്ങളെയൊന്നും ഉപയോഗപ്പെടുത്താതെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന വികസനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി കൈക്കൊള്ളുന്നത്.
മറ്റേ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഇതിന് ചാർജില്ല. അപ്പോൾ ഒരു മാനം മര്യാദ ഈ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒരിക്കലും ഇവർ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. 40 ബിന്ദു വരെ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് 40 വർക്കിന് ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യാണ്ട്. ഈ 40 വർക്കിന് സർട്ടിഫിക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ജയിലിൽ പോകേണ്ടി വരും. അതാണ് ഇതിൻ്റെ. ഇത് ഏത് വർക്കായാലും PWD ആയാലും റോഡായാലും ബ്രിഡ്ജായാലും ഇതിൻ്റെ മെഷറിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ആണ്. ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ മടിച്ചതുകൊണ്ടാണ് തൃശ്ശൂർ വർക്ക് ചെയ്തിരുന്നത്. ഞാൻ എന്നെ അവർ കോതമംഗലത്തേക്ക് മാറ്റി, കോതമംഗലത്തിൽ നിന്ന് മൂന്നാറിൽ മാറ്റി, മൂന്നാറിൽ നിന്ന് തരുമെന്ന് പറയും. എത്ര നേട്ടമുണ്ട്. ആരുമാരുമാരുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരു ടെക്നിക്കൽ ഉദ്യോഗസ്ഥനും അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും ഒരിക്കലും ഇവർ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. ആ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വരില്ല. ഒരു എയും പുത്തൂരിൽ വെച്ചാലും ഇല്ല. ഇത് പരിചയമുള്ള സർക്കിളുകളുണ്ട്. ഒരു എയും ആത്മാവിനുള്ള അയാൾ ജയിലിൽ പോയിട്ട് വരും, അത് അയാൾക്ക് പെൻഷൻ കിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഒരു പ്രകോപനവുമില്ലാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി നടത്തിയ പ്രതിഷേധം ശരിയായ നടപടിയല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും ഒരു തരത്തിലുമുള്ള പ്രകോപനവും ഇല്ലാതെയാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതെന്നും തുടർന്ന് കോൺഗ്രസ് മെമ്പർമാർ നടത്തിയ പ്രതിഷേധ നടപടി തീർത്തും തെറ്റാണെന്നും പഞ്ചായത്തിലെ വികസന പ്രവൃത്തികൾ നടക്കുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും ശരിയല്ല എന്നും എല്ലാ നിർമ്മാണ പ്രവൃത്തികളും തുടർന്ന് വരികയാണെന്നും എഇ സ്ഥലം മാറിപ്പോയതുമൂലം പുത്തൂർ പഞ്ചായത്തിലെ എഇക്കാണ് പകരം താൽക്കാലിക ചുമതലയെന്നും എന്നാൽ സ്ഥിരമായി എഇയെ ലഭ്യമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം അംഗീകാരം നൽകി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും അത് അംഗീകരിക്കുന്നതോടെ സ്ഥിരമായി എഇയെ ലഭ്യമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു. പഞ്ചായത്തിന്റെ വികസന മുന്നേറ്റം കണ്ട് വിളറിപ്പൂണ്ട പ്രതിപക്ഷം പഞ്ചായത്തിൽ അതിക്രമം കാണിക്കുകയാണെന്നും സ്വന്തം കഴിവുകേട് പഞ്ചായത്ത് ഭരണസമിതിയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് പ്രതിപക്ഷ മെമ്പർമാർ കാണിക്കുന്നതെന്നും ഇത്തരം പ്രതിഷേധങ്ങൾ കണ്ട് പഞ്ചായത്ത് ഭരണസമിതി പേടിച്ച് ഓടില്ലെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം കൂടുന്നതിനിടയ്ക്ക് അജണ്ടകളിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്താക്കളുടെ ഗ്രാമസഭ കഴിഞ്ഞ് ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് അംഗീകരിക്കുന്നതുമായി സംബന്ധിച്ചുള്ള ചർച്ചയിലായിരുന്നു. പ്രകോപനമില്ലാതെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഗ്രാമസഭ മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാതെ മെമ്പർമാർ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വികസന വിരോധം പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് വലിയ ലഹള പുറപ്പെടുവിച്ചത്. ഇവിടെ നടത്തറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം ബാക്കിയുണ്ടായിരുന്ന സ്പിൽ ഓവർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പിൽ ഓവറിൽ 20ഓളം വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ എഇ ഇല്ലാത്തതുമായി സംബന്ധിച്ച് നടത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെ എഇ സ്ഥലം മാറിപ്പോയതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ പുത്തൂർ പഞ്ചായത്തിലെ എഇക്കാണ് 2 ദിവസത്തെ താൽക്കാലിക ചാർജ് ലഭിച്ചിട്ടുള്ളത്. ആ 2 ദിവസം അവരുടെ സേവനം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കൊരു സ്ഥിരം എഇയെ ലഭിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് എംപാനൽ ലിസ്റ്റിൽ നിന്ന് എഇയെ എടുക്കാനുള്ള ഭരണസമിതി തീരുമാനമെടുത്ത് PDക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഓർഡർ വരുന്ന മുറയ്ക്ക് നമുക്ക് അതിൽ നിന്ന് ഒരു സ്ഥിരം എഇയെ ലഭിക്കുന്നതാണ്. എഇ ഇല്ലാത്തത് കാരണം ഇവിടെ ഒരു വർക്കും തടസ്സപ്പെട്ട് നിൽക്കുന്നില്ല. നമുക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നതിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. KSMART വഴിയാണ് പെർമിറ്റുകൾ അപേക്ഷ നൽകി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വീട് പണി ആരംഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വാർഡിലും വർക്കുകൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്കുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വാർഡുകളാണ്. അപ്പോൾ വാർഡ് മെമ്പർമാരുടെ ജോലി പഞ്ചായത്ത് ഭരണസമിതി തുക അനുവദിക്കുന്നു, ടെൻഡർ നടപടികൾ ചെയ്യുന്നു, കോൺട്രാക്ടർമാർ വർക്ക് എടുക്കുന്നു, വർക്കുകൾ ആരംഭിച്ചതുണ്ട്, ആരംഭിക്കാത്തതുണ്ട്. അതത് വാർഡുകളുടെ പ്രവർത്തന ചുമതല, ഏകോപന ചുമതല അതത് മെമ്പർമാർ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അവരവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വരാൻ പോകുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പഞ്ചായത്തിനെ കരിവാരി തേക്കാനുള്ള ഒരു ശ്രമവുമായിട്ടാണ് ഇന്ന് ആസൂത്രിതമായി ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി കോൺഗ്രസ് മെമ്പർമാർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നടക്കുന്ന വികസന മുന്നേറ്റം കണ്ട് പിളറിപൂണ്ട പ്രതിപക്ഷമാണ് ഇന്ന് അതിക്രമം അഴിച്ചിടാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് അരച്ചു കയറിയത്. നമുക്കറിയാം, ഇന്നലെയാണ് നടത്തറ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗനവാടികൾക്കും കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. അതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം നടക്കുന്നു. അതുപോലെ തന്നെ നടത്തറ മുക്കിലേക്ക് കണ്ണാർ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരങ്ങൾ മുറിച്ച് അവിടുത്തെ ചെറിയ വഴിയോര കച്ചവടക്കാരെ ഒഴിവാക്കി ചാലുപണി ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ, പഠിച്ചുകൊണ്ട പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിരവധിയ ഗ്രാമീണ റോഡുകളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള
ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷ മെമ്പർമാർ അവരുടെ വാർഡുകളിലേക്ക് അനുവദിച്ച തുക ചിലവഴിക്കാൻ കഴിയാതെ അവരുടെ വീട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. കാരണം പഞ്ചായത്തിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 1.5 മാസം മുമ്പാണ് ഈ ഡെപ്യൂട്ടേഷനിൽ ഇവിടെ നിന്ന് പോയത്. അതിന് പകരം വിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അപേക്ഷകളൊക്കെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനം പോലും തടസ്സപ്പെട്ടിട്ടില്ല. ഏത് നിർമ്മാണ പ്രവർത്തനമാണ് തടസ്സപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ്. പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡിൽ പോലും ലക്ഷക്കണക്കിനുള്ള വികസന പ്രവർത്തനം നടക്കുന്നു. അത് എഗ്രിമെന്റ് വെച്ച് പണി നടക്കുന്നിടത്ത് ആ വാർഡ് മെമ്പർമാർ ഇടപെടാത്തതിന്റെ ഭാഗമായിട്ട് വല്ല പണി പൂർത്തീകരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഭരണസമിതിയല്ല. കാരണം വാർഡുകളിലെ കാര്യങ്ങൾ വാർഡ് മെമ്പർമാരാണ് കൂടുതൽ നോക്കേണ്ടത്. ആ കഴിയാത്ത അവരുടെ പിടിപ്പുകേട് ജനങ്ങളുടെ മുമ്പിൽ അവർ അവകാശികൾ അതിൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വ്യക്തിപരമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ അധിക്ഷേപിക്കുന്ന ഒരു നിലവാരമില്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ മെമ്പർമാർ നടപെടുന്ന സ്ഥിതിയാണുള്ളത്. ഒരു വനിതാ മെമ്പറെ പിടിച്ചു തള്ളുന്ന സ്ഥിതിയിലേക്ക് പോലും ഇന്ന് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. എന്നാൽ നടത്തറ പഞ്ചായത്ത് നമ്മൾ ഇതൊന്നും കണ്ട് പേടിച്ച് പുറകോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നിരവധിയായ ക്ഷേമം നടത്താനും ഒക്കെ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രചോദനമായി വരുന്നത് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. കർഷകരെ സഹായിക്കുവാൻ ലോകബാങ്ക് നൽകിയ 130 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചതിൽ പ്രതിഷേധിച്ച് പുത്തൂർ മണ്ഡലം കർഷകർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പുത്തൂർ കൃഷിഭവന്റെ മുൻപിൽ നടത്തിയ പ്രതിഷേധ പരിപാടി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ കള്ളാട്ടത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് നേതാക്കളായ മിനി വിനോദ്, അബ്രാഹം കുഴിവേലിൽ, ഷാജി ചിറ്റിലപ്പിള്ളി, ഗോവിന്ദൻകുട്ടി, മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഒ ശോഭാചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ UK സദാനന്ദൻ, ഡേവിസ് കൂനൻ, ബൈജു കൊടിയൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അങ്കണവാടി കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു പരിഷ്കരിച്ചു. തിങ്കളാഴ്ച പ്രാതലിനെ പാൽ, പിടി, കൊഴിക്കട്ട, ഇലയട, ഉച്ചഭക്ഷണമായി ചോറ്, ചെറുപയർ കറി, ഇലക്കറി, ഉപ്പേരി, തോരൻ, പൊതുഭക്ഷണമായി ധാന്യം, പരിപ്പ് പായസം, ചൊവ്വാഴ്ച പ്രാതലിനെ ന്യൂട്രി ലഡു, ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി, മുട്ട പുലാവ്, ഫ്രൂട്ട് കപ്പ്, പൊതുഭക്ഷണമായി റാഗി അട, ബുധനാഴ്ച പ്രാതലിനെ പാൽ, പിടി, കൊഴിക്കട്ട, ഇലയട, കടലമിഠായി, ഉച്ചയ്ക്ക് പയർകഞ്ഞി, വെജ് കിഴങ്ങ് കൂട്ടുകറി, സോയ ഡ്രൈ ഫ്രൈ, പൊതുഭക്ഷണം ഇഡലി, സാമ്പാർ, പുട്ട്, ഗ്രീൻ ബീൻസ് കറി, വ്യാഴാഴ്ച രാവിലെ റാഗി, അരിയട, ഇലയപ്പം, ഉച്ചയ്ക്ക് ചോറ്, മുളപ്പിച്ച ചെറുപയർ, ചീരത്തോരൻ, സാമ്പാർ, മുട്ട ഓംലെറ്റ്, പൊതുഭക്ഷണമായി അവൽ, ശർക്കര, പഴം മിക്സ്, വെള്ളിയാഴ്ച പ്രാതലായി പാൽ, കൊഴുക്കട്ട, ഉച്ചഭക്ഷണമായി ചോറ്, ചെറുപയർ കറി, അവിയൽ, ഇലക്കറി, തോരൻ, പൊതുഭക്ഷണമായി ഗോതമ്പ് നുറുക്ക് പുലാവ്, ശനിയാഴ്ച രാവിലെ ന്യൂട്രി ലഡു, ഉച്ചയ്ക്ക് വെജിറ്റബിൾ പുലാവ്, മുട്ട, റൈത്ത, പൊതുഭക്ഷണമായി ധാന്യപായസം എന്നിവ നൽകുന്നതാണ്. വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിലുള്ള തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ ജോലി ചെയ്തുവരുന്ന കുക്കർമാർ അവധിയിലായിരിക്കുമ്പോഴും കോമ്പൻസേഷൻ ഓഫ് വീക്ക്ലി ഓഫ് എടുക്കുന്ന ദിവസങ്ങളിലും ദിവസവേതനത്തിന് കുക്കിനെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തുന്നു. അപേക്ഷകർ 8ാം ക്ലാസ് പാസ്സായിരിക്കണം. 18 വയസ്സ് കഴിഞ്ഞവരും 50 വയസ്സ് കഴിയാൻ പാടില്ലാത്തവരുമായിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള അപേക്ഷകർ ജൂലൈ 11-ന് 10:30 തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7034729653 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലുള്ള തൃശൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്ക് +2 തത്തുല്യം ജയിച്ചവർക്ക് അപേക്ഷിക്കാം. SC, ST, OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് സൗജന്യമാണ്. ജൂൺ 5-ന് വൈകിട്ട് 5 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 048723842553. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ AITUC 16ാം സംസ്ഥാന സമ്മേളനം ജൂൺ 7-8 തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KK വത്സരാജ്,
TJ ആഞ്ചലോസ്, R പ്രതാപ്, MLA P ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. യാത്രയയപ്പ് സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. 100 പ്രവർത്തന വർഷം പൂർത്തിയാക്കിയ സഹകരണ സംഘങ്ങളെ ചടങ്ങിൽ ആദരിക്കും. വൈകിട്ട് നടക്കുന്ന സെമിനാർ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ AS സുരേഷ് ബാബു, പ്രകാശ് ലക്ഷ്മണൻ, R പ്രദീപ്, B സുകുമാരൻ, M വിനോദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി ഫണ്ടിന്റെ 2013 ഏപ്രിൽ 1 മുതൽ 2016 മാർച്ച് 31 വരെയുള്ള കാലയളവിലെ വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെ തയ്യാറാക്കുവാൻ താൽപര്യമുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മത്സരാധിഷ്ഠിത കൊട്ടേഷനുകൾ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ സൂപ്രണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി, മുളങ്ങുന്നത്കാവ്, തൃശൂർ 680596 എന്ന വിലാസത്തിൽ ജൂൺ 10 ഉച്ചയ്ക്ക് 2-നകം മുദ്രവെച്ച കവറിനു മുകളിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ HDS വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള കൊട്ടേഷൻ എന്ന മേലെഴുത്തോടുകൂടി സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 048722003110. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ജൂൺ 10 ചൊവ്വാഴ്ച തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് റവറൻഡ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പിതാവ് കൊടികയറ്റി. ഇടവക വികാരി ഫാദർ ആന്റണി ചിറ്റ്ലട്ടശ്ശേരി, സഹവികാരിമാരായ ഫാദർ മിഥിൻ ടൈറ്റസ് പുളിക്കത്തറ, ഫാദർ അനീഷ് ജോസഫ് പുത്തൻപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ജനറൽ കൺവീനർ ഷാരോൺ RS, ജോയിന്റ് കൺവീനർമാരായ ഡീന ജോൺസൺ, ജോസ് തുണ്ടത്തിൽ, ജോൺ ലി മാത്യു, സ്വീകരണ കമ്മിറ്റി അംഗങ്ങളായ ഡാഫി ആന്റണി, ഗീനസ് ജോൺസൺ, ബെൻസി മാർട്ടിൻ, കൈക്കാരന്മാരായ മൈക്കിൾ നൊറോണ, റോമി തോമസ്, കേന്ദ്രസമിതി പ്രസിഡന്റ് ബെന്നി ചക്കാലക്കൽ, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ബ്രിസ്റ്റോ തൈപ്പാടത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ജൂൺ 8 തിരുഹൃദയ തിരുനാൾ, ജൂൺ 9 പ്രസുദേന്തി തിരുനാൾ, ജൂൺ 10 രാവിലെ മുതൽ രാത്രി വരെ പ്രസിദ്ധമായ ഊട്ടുതിരുനാളും ആഘോഷിക്കും.
വാഹനമോഷണം. 4-അംഗ അന്തർ ജില്ലാ വാഹനമോഷണ സംഘം പിടിയിൽ. മോഷ്ടിച്ച ബുള്ളറ്റ് മോട്ടോർ സൈക്കിളും പിടിച്ചെടുത്തു. പ്രതികൾ റിമാൻഡിലേക്ക്. 2025 മെയ് 24 രാത്രി 8:30 മൂവാറ്റുപുഴ പുളിഞ്ചോട് സ്വദേശി പൈനായിൽ വീട്ടിൽ ആഷിഖ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഇയാൾ ജോലി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ബൈപ്പാസിലുള്ള സ്ഥാപനത്തിന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്നും മോഷണം ചെയ്തുകൊണ്ടുപോയ സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതികളായ ചേരനല്ലൂർ ജയ കേരളം സ്വദേശി തൃക്കുകാരൻ വീട്ടിൽ റോഷൻ, ചർപ്പ് ചെറിയ കനാൽ സ്വദേശി ശാങ്ങാട്ടുകര വീട്ടിൽ അജിത്, ഇടത്തുരുത്തി സ്വദേശി മണപ്പാട് വീട്ടിൽ ആകാശ്, എടത്തുരുത്ത് കൂട്ടമംഗലം സ്വദേശി വലിയകത്തു വീട്ടിൽ നൌഫൽ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സാലിമും സംഘവും എറണാകുളം ചേരനല്ലൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് മോഷ്ടിച്ച ബുള്ളറ്റ് മോട്ടോർ സൈക്കിളും പിടിച്ചെടുത്തു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കവേ നായയെ അഴിച്ചുവിട്ട് രക്ഷപ്പെടുവാൻ ശ്രമിച്ച പ്രതികളെ അതിസാഹസികമായാണ് സബ് ഇൻസ്പെക്ടർ സാലിമും സംഘവും അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സാലിം, ASI ഗോപകുമാർ, CPOമാരായ വിഷ്ണു, ഷമീർ, ബിനിൽ, അബിഷ് എബ്രാഹാം, വിപിൻ കൊല്ലാറ തുടങ്ങിയവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പിലാക്കുന്ന അലങ്കാര മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. ഓരോ യൂണിറ്റിനും 20,000 രൂപ വീതമാണ് പഞ്ചായത്തിന്റെ ധനസഹായം. ഗുണഭോക്താവായ രാപ്പാളിലെ നല്ലനാട്ട് അമ്പിളിനാഥന്റെ വസതിയിൽ നടന്ന ഉദ്ഘാടനത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KV സുഭാഷ്, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, അക്വാകൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസർ MM ജിബിന, അക്വാകൾച്ചർ പ്രൊമോട്ടർ അജിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറി, യൂറോളജി, റേഡിയോ ഡയഗ്നോസിസ്, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിൽ നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഡോക്ടർമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ജൂൺ 9 രാവിലെ 11 പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിലാണ് അഭിമുഖം നടത്തുക. ജനറൽ സർജറി, യൂറോളജി, റേഡിയോ ഡയഗ്നോസിസ്, ഗൈനക്കോളജി ബിരുദാനന്തര ബിരുദമോ അതിലധികമോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. യൂറോളജിയിൽ 2, റേഡിയോ ഡയഗ്നോസിസിൽ 4, ഗൈനക്കോളജിയിൽ 3, ജനറൽ സർജറിയിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. 73,500 രൂപയാണ് പ്രതിമാസ വേതനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ, കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകളും സഹിതം അന്നേ ദിവസം രാവിലെ 10 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ മുളങ്കുന്നത്തുകാവിലുള്ള കാര്യാലയത്തിൽ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0487 22 0031 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റേറ്റ് റിസർവ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജ് യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ സഹകരണത്തോടെ നടത്തുന്ന ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പൊതു അവധി ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന സമ്പർക്ക ക്ലാസുകൾ, ഓരോ വിഷയത്തിലും തയ്യാറാക്കിയ സ്വയം പഠന സഹായികൾ, നേരിട്ടും ഓൺലൈനുമായി നടക്കുന്ന തിയറി ക്ലാസുകൾ എന്നീ മാർഗങ്ങളിലൂടെയാണ് യോഗ പഠനം ക്രമീകരിക്കുന്നത്. പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് 70% ഹാജർ ഉറപ്പുവരുത്തണം. 17 വയസ്സ് പൂർത്തിയായ +2 അഥവാ തത്തുല്യ അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. 1 വർഷമാണ് ഡിപ്ലോമ പ്രോഗ്രാമിന്റെ കാലാവധി. SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ യോഗ പൂർത്തിയാക്കിയവർക്ക് ഡിപ്ലോമ പ്രോഗ്രാമിന്റെ 2ാം സെമിസ്റ്ററിൽ അഡ്മിഷൻ എടുത്താൽ മതിയാകും. ജൂൺ 30 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 9645800795 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന തളിക്കുളം ICDS പ്രൊജക്ട് ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പ്രതിമാസം 1500 കിലോമീറ്റർ വരെ ഓടുന്നതിന് ജൂൺ മുതൽ 1 വർഷത്തേക്ക് വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് വ്യക്തികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ജൂൺ 13 ഉച്ചയ്ക്ക് 2 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ തളിക്കുളം ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കും. ഫോൺ 0487 239452 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം.
കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. കരുതനായി കാവലായി കേരള പോലീസ് തൃശൂർ റൂറൽ. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി അധ്യയന വർഷത്തിൽ നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1 വർഷത്തെ കാലാവധിയിൽ നടപ്പിലാക്കുന്ന കരുതലായി കാവലായി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട മാടായിക്കോണം പി കെ ചാത്തൻ മാസ്റ്റർ സ്മാരക UP സ്കൂളിൽ വെച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. യോദ്ധാവ്, ചിരി, ചൈൽഡ് ഹെൽപ്പ് ലൈൻ, എമർജൻസി ഹെൽപ്പ് ലൈൻ, സൈബർ ഹെൽപ്പ് ലൈൻ എന്നിവയുടെ നമ്പറുകളും ലഹരി വിരുദ്ധ സന്ദേശങ്ങളും അടങ്ങിയ നെയിം സ്ലിപ്പുകളും മിഠായികളും വിതരണം ചെയ്തു. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ 552 സ്കൂളുകളിൽ ഇത്തരത്തിൽ 2 ലക്ഷം നെയിം സ്ലിപ്പുകളും മിഠായികളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവരുടെ കഴിവുകളും ഊർജവുമാണ് നാളത്തെ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നത്. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സമൂഹത്തിൽ മയക്കുമരുന്നും രാസലഹരികളും വലിയ ദുരന്തമാണ് വിതയ്ക്കുന്നത്. ലഹരി വസ്തുക്കൾ ഒരു തവണ ഉപയോഗിച്ചാൽ പോലും അടിമപ്പെട്ടു പോകും. മയക്കുമരുന്ന് ലഹരിയുടെ വഴിയെ പോയാൽ കുട്ടികളുടെ ഭാവിയും ജീവിതവും ഇരുളടയും. വിദ്യാലയങ്ങളെയും കലാലയങ്ങളെയും മയക്കുമരുന്ന് ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനാണ് കരുതലായി കാവലായി പദ്ധതി നടപ്പിലാക്കുന്നത്. MDMAയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. കൊടുങ്ങല്ലൂർ അഴിക്കോട് മുനക്കൽ ബീച്ചിൽ നിന്ന് MDMAയുമായി യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് കൊടുങ്ങല്ലൂർ പോലീസ് ചേർന്നും പിടികൂടി. അഴിക്കോട് കപ്പൽ ബസാർ ചിറക്കൽ വീട്ടിൽ മൂസക്കുട്ടി മകൻ സിദ്ദിഖിനെയാണ് പോലീസ് പിടികൂടിയത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശാനുസരണം ജില്ലയിൽ പ്രവേശനോത്സവം നടക്കുന്ന സമയത്ത് സ്കൂൾ പരിസരങ്ങളിൽ പ്രത്യേകമായി ഡാൻസ് എഫിന്റെ പരിശോധന ഉണ്ടായിരുന്നതിന്റെ ഭാഗമായാണ് ചില പ്രത്യേക സ്ഥലത്ത് രാസലഹരി ഉപയോഗിക്കുന്നതിനായി ആളുകൾ എത്തിച്ചേരുന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ കൊടുങ്ങല്ലൂർ സബ് ഡിവിഷൻ ഡാൻസ് എഫ് സംഘവും കൊടുങ്ങല്ലൂർ SIമാരായ സജിൻ KJ, തോമസ്, SCPOമാരായ ജിതിൻ ജെയിംസ്, അനിൽ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊരട്ടിയിൽ വൻ ചീട്ടുകളി സംഘം പിടിയിൽ, 7 പേരെ അറസ്റ്റ് ചെയ്തു. 3,51,370 രൂപ പിടിച്ചെടുത്തു. 2025 ജൂൺ 2 വൈകിട്ട് 5:30 പുല്ലാനി രസ റിസോർട്ടിന്റെ പുറകുവശം പുഴയോരത്ത് പൊതുസ്ഥലത്തിരുന്ന് പന്നിമറി എന്ന ചീട്ടുകളി കളിക്കുകയായിരുന്ന വെള്ളിക്കുളങ്ങര സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ വിജു, എറണാകുളം ചൊവ്വര ശ്രീമൂലനഗരം സ്വദേശി പള്ളത്തു വീട്ടിൽ ബാവ കുഞ്ഞ്, പുത്തൻചിറ സ്വദേശി എടക്കുടം വീട്ടിൽ സുബൈ, കൊടകര ആനത്തണ്ടം സ്വദേശി വെലുപറമ്പിൽ വീട്ടിൽ ഷിനു, ഇരിഞ്ഞാലക്കുട സ്വദേശി ചിറമേൽ വീട്ടിൽ ആൽബിൻ, എറണാകുളം എരുമത്തല സ്വദേശി തുരുത്തുങ്കര വീട്ടിൽ അഫ്സൽ, ഒല്ലൂക്കര അഞ്ചേരി സ്വദേശി പുത്തൻപീടിക വീട്ടിൽ സേവ്യർ എന്നിവരെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 3,51,370 രൂപ പിടിച്ചെടുത്തു. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃത് രംഗൻ, SI ജോയ്, CPOമാരായ സജീഷ് കുമാർ, നിഖിലൻ, ഡാനിഷ്, അനൂപ്, അജീഷ്, ആന്റണി ജിതിൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ ഒരു കുടുംബത്തിലെ 3 പേരെ ആക്രമിച്ച കേസിൽ 3 യുവാക്കൾ റിമാൻഡിൽ. ജൂൺ 1 രാവിലെ 9 മണിക്ക് കഴിപ്രം തവളക്കുളം സ്വദേശിയുടെ വീടിന് സമീപം പ്രതികൾ മദ്യപിച്ച് ഇയാളെയും ഭാര്യയെയും മകളെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത സംഭവത്തിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പ്രതികളായ വലപ്പാട് കഴിമ്പ്രം സ്വദേശികളായ കോലോട്ടുപുരക്കൽ വീട്ടിൽ അനന്തു, ചള്ളിക്കാട്ടിൽ വീട്ടിൽ വൈഷ്ണവ്, വലപ്പാട് തിരുപ്പഴഞ്ചേരി വീട്ടിൽ വെള്ളാനി വീട്ടിൽ ശ്രീരാം എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അനന്തുവിനെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് ബീഡി വലിച്ചതിനുള്ള ഒരു കേസുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ എബിൻ, CPOമാരായ സുനീഷ്, ജസ്ലിൻ തോമസ്, ശ്രാവണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. 2025 ജൂൺ 1 തീയതി രാത്രി 8:30 മുറ്റിച്ചൂർ പാലത്തിന് സമീപത്തുള്ള യാർഡിന് സമീപത്ത് വെച്ച് നാട്ടിക ചേർക്കര സ്വദേശി പീഴിവീട്ടിൽ ദേശം വിഭാഷ് എന്നയാൾ ഇയാളുടെ ജ്യേഷ്ഠന്മാരോടൊപ്പം നടക്കുന്നതിനുള്ള വൈരാഗ്യത്താൽ 2 പേർ ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് വിഭാഷിന്റെ പരാതിയിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പ്രതി നാട്ടിക ചേർക്കര സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ ഹരിനന്ദനൻ എന്നയാളെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഹരിനന്ദനെ റിമാൻഡ് ചെയ്തു. ഹരിനന്ദനെ 2025 വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ എബിൻ, ASI ചഞ്ചൽ, CPO സുനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടത്തറ പഞ്ചായത്ത് ഓഫീസിൽ കോൺഗ്രസ് മെമ്പർമാരുടെ ഉപരോധ സമരത്തിനിടയിലൂടെ കടന്നുപോയ ഭരണപക്ഷ വനിതാ അംഗത്തെ തള്ളിയിട്ടതായി പരാതി. കർഷകരെ സഹായിക്കുവാൻ ലോകബാങ്ക് നൽകിയ 100 കോടി രൂപ വകമാറ്റി ചിലവഴിച്ചതിൽ പ്രതിഷേധിച്ച് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. അംഗൻവാടി കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു പരിഷ്കരിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ 16ാം സംസ്ഥാന സമ്മേളനം ജൂൺ 7-8 തീയതികളിൽ നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.